Welcome to Karki's Stories. പ്രിയ പ്രണയിനി ഭാഗം 59. രചനയും അവതരണവും രഘുദാസ് കാട്ടുങ്കൽ. കണ്ണുകൾ കറുത്ത തുണി കൊണ്ട് മൂടിക്കെട്ടിയുള്ള ആ യാത്ര ദുഷ്കരമായിരുന്നു. കാഴ്ച നഷ്ടപ്പെട്ടതോടെ കാടിന്റെ ഭയാനകത ഇരട്ടിയായതുപോലെ ദേവന് തോന്നി. ചുറ്റും തോക്കുധാരികളായ മുഖംമൂടികളുടെ കാവലുണ്ടെന്ന് അവരുടെ ബോട്ടുകളുടെ ശബ്ദത്തിൽ നിന്നും അവന് മനസ്സിലാകുന്നുണ്ടായിരുന്നു. ഏകദേശം 3 മണിക്കൂറോളമായി ഈ നടത്തം തുടങ്ങിയിട്ട് എന്നവൻ കണക്കുകൂട്ടി. കാടിന്റെ സ്വഭാവവും ശബ്ദങ്ങളും ഇപ്പോൾ പാടെ മാറിയിരിക്കുന്നു. തുടക്കത്തിൽ കേട്ടിരുന്ന പക്ഷികളുടെ ചിലച്ചിലുകൾ ഇപ്പോൾ ഇല്ല. പകരം കാറ്റിന്റെ ഹുങ്കാരവും ചീവിടുകളുടെ നിർത്താതെയുള്ള കരച്ചിലും ദൂരെ എവിടെയോ നിന്നുള്ള വന്യമൃഗങ്ങളുടെ അപരിചിതമായ ശബ്ദങ്ങളും കാതുകളിലേക്ക് വന്നലയ്ക്കുന്നുണ്ട്. തങ്ങൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത് കൊടുങ്കാടിന്റെ ഹൃദയഭാഗത്താണെന്ന്, അതായത് മനുഷ്യസ്പർശമേൽക്കാത്ത ഉൾവനത്തിലാണെന്ന് ആ ശബ്ദ വ്യത്യാസങ്ങളിൽ നിന്നും ദേവൻ കൃത്യമായി മനസ്സിലാക്കി. പെട്ടെന്ന് കാലടികൾക്ക് കീഴിലെ ഭൂമിക്ക് മാറ്റം വന്നതായി ദേവൻ അറിഞ്ഞു. ഇത്രയും നേരം ഉണങ്ങിയ ഇലകളിലും മണ്ണിലുമായിരുന്നു ചവിട്ടിയിരുന്നതെങ്കിൽ ഇപ്പോൾ കാൽവെപ്പുകൾ വീഴുന്നത് കല്ലും മുള്ളും നിറഞ്ഞ നിരപ്പില്ലാത്ത പാറക്കൂട്ടങ്ങളിലേക്കാണ്. നടത്തത്തിന്റെ വേഗത കുറഞ്ഞ ആ നിമിഷം തൊട്ടടുത്തു നിന്നും സതീഷിന്റെ പേടി നിറഞ്ഞ ശബ്ദം ദേവൻ കേട്ടു. എന്നെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നത് ദേവൻ സാറേ? ആരോ സതീഷിനെ ബലമായി പിടിച്ചു വലിച്ചു കൊണ്ടുപോവുകയാണെന്ന് ദേവന് മനസ്സിലായി. ആ ഉദ്യോഗസ്ഥന്റെ ഭയം നിറഞ്ഞ വെളിപാടുകൾ മെല്ലെ മെല്ലെ അകന്നുപോയി. ഒടുവിൽ കാടിന്റെ നിശബ്ദതയിൽ അലിഞ്ഞില്ലാതെയായി. പ്രതികരിക്കാൻ കഴിയാതെ ദേവൻ പല്ലിറുമി നിന്നു. അല്പസമയത്തിന് ശേഷം ആ സായുധ സംഘത്തിന്റെ നടത്തം അവസാനിച്ചു. പുറകിൽ നിന്നും പരിക്കനായ ഒരു കൈ നീണ്ടുവന്ന് ദേവന്റെ കണ്ണുകളിലെ കെട്ടഴിച്ചു മാറ്റിയതോടെ പെട്ടെന്ന് വെളിച്ചം കണ്ണുകളിലേക്ക് അടിച്ചപ്പോ അവൻ കണ്ണുകൾ ഇറുകിയടച്ചു. പിന്നെ മെല്ലെ തുറന്നു നോക്കി. ചുറ്റിനും കൂറ്റൻ മരങ്ങൾ ആകാശം മുട്ടെ വളർന്നു നിൽക്കുന്ന കൊടുങ്കാട്. അതിന് നടുവിലായി പ്രകൃതി തന്നെ തീർത്ത കോട്ട പോലെ വലിയൊരു പാറക്കൂട്ടം. ആ പാറക്കൂട്ടത്തിന് മുകളിലാണ് താനിപ്പോൾ നിൽക്കുന്നതെന്ന് അവൻ മനസ്സിലാക്കി. തൊട്ടു മുന്നിലായി മുഖംമൂടി ധരിച്ച 3 പേർ അവനെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. സംഘത്തിലെ ബാക്കിയുള്ളവർ തോക്കുകളുമായി കാവൽ പോലെ പുറകിലുമുണ്ട്. പെട്ടെന്ന് മുന്നിലെ കൂട്ടത്തിൽ നിന്നും നടുക്ക് നിന്നിരുന്നയാൾ മുന്നോട്ടേക്ക് വന്നു. അയാളുടെ കണ്ണുകളിൽ വല്ലാത്തൊരു തിളക്കമുണ്ടായിരുന്നു. അയാൾ ദേവന്റെ പിന്നിലേക്ക് ചെന്ന് അവന്റെ കൈകളിലെ കെട്ടുകൾ അഴിച്ചുമാറ്റി. സ്വതന്ത്രമായ കൈകൾ കുടഞ്ഞുകൊണ്ട് ദേവൻ തിരിഞ്ഞു നോക്കി. മുന്നിൽ നിൽക്കുന്ന ആൾ തന്റെ മുഖം മറച്ചിരുന്ന ആ കറുത്ത തുണി പതിയെ അഴിച്ചു മാറ്റുകയായിരുന്നു. വളർന്നു നിൽക്കുന്ന കട്ടിത്താടിയും മീശയും അല്പം നീട്ടി വളർത്തിയിരിക്കുന്ന പാറിക്കിടക്കുന്ന മുടിയും കാടിന്റെ വന്യത മുഴുവൻ ആ മുഖത്തുണ്ടായിരുന്നു. ദേവൻ ആ മുഖത്തേക്ക് സൂക്ഷിച്ചൊന്ന് നോക്കി. എവിടെയോ കണ്ടുമറന്ന മുഖം. പക്ഷെ പെട്ടെന്ന് ആളെ പിടികിട്ടിയില്ല. അവൻ സംശയത്തോടെ കണ്ണുകൾ കൂർപ്പിച്ചു. അത് കണ്ടുകൊണ്ട് അയാളുടെ ചുണ്ടിൽ ഒരു ചെറു ചിരി വിരിഞ്ഞു. നിനക്കെന്നെ മനസ്സിലായില്ലടാ? ആ ചോദ്യം കേട്ടതും ദേവന്റെ ഹൃദയമിടിപ്പ് ഒരു നിമിഷത്തേക്ക് നിലച്ചു. ആ ശബ്ദം വർഷങ്ങൾക്ക് മുൻപ് പാർട്ടി ഓഫീസിന്റെ വരാന്തയിൽ എപ്പോഴും തനിക്കൊപ്പം മുഴങ്ങിക്കേട്ടിരുന്ന അതേ ശബ്ദം. ആശ്ചര്യം കൊണ്ട് ദേവന്റെ കണ്ണുകൾ വിടർന്നു. ജിത്ത്! ദേവന്റെ ചുണ്ടുകൾ അറിയാതെ ആ പേര് മന്ത്രിച്ചു. അത് കേട്ടതും ശ്രീജിത്ത് ഉറക്കെ പൊട്ടിച്ചിരിച്ചു. കാടിന്റെ നിശബ്ദതയെ കീറിമുറിക്കുന്ന സ്നേഹം നിറഞ്ഞൊരു ചിരി. അപ്പോ നീ എന്നെ മറന്നിട്ടില്ല അല്ലേടാ ദേവ? ദേവന് തന്റെ കണ്ണുകളെ വിശ്വസിക്കുവാനായില്ല. വിശ്വനെ പോലെ തന്നെ തന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്. 6 വർഷങ്ങൾക്ക് മുന്നേ അവന്റെ അച്ഛന്റെ കൊലപാതകം നടന്ന ദിവസം എങ്ങോട്ടോ അപ്രത്യക്ഷനായവൻ. അവനിപ്പോ കൊടുങ്കാട്ടിൽ ഒരു സായുധ സംഘത്തിന്റെ പ്രധാനിയായി തന്റെ മുന്നിൽ. എന്തോന്നാണ് ഇതൊക്കെ? ദേവന്റെ ശബ്ദത്തിൽ അമ്പരപ്പ് നിറഞ്ഞു നിന്നിരുന്നു. നീ എന്താ ഈ വേഷത്തിൽ ഇങ്ങനെ കാടിനുള്ളില്? ദേവന്റെ ആ ചോദ്യം കേട്ട് ശ്രീജിത്തിന്റെ മുഖത്തെ ചിരി മാഞ്ഞു. അവന്റെ കണ്ണുകളിലെ തിളക്കം ഒന്നുകൂടി മൂർച്ചയുള്ളതായി മാറി. കാട്ടിലൂടെ അപ്പോൾ വീശിയടിച്ച തണുത്ത കാറ്റിൽ അവന്റെ നീണ്ട മുടിയിഴകൾ പാറിപ്പറന്ന് ആ മുഖം മറച്ചു. ദേവന് മുഖാമുഖം നിന്ന് തോളിൽ കിടന്ന തോക്കിന്റെ സ്ട്രാപ്പിൽ മുറുക്കെ പിടിച്ചുകൊണ്ട് ശ്രീജിത്ത് പറഞ്ഞു തുടങ്ങി. പണ്ട് കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ സ്വന്തം ബന്ധുക്കൾക്കെതിരെ ആയുധമെടുക്കാൻ മടിച്ച് രഥത്തട്ടിൽ തളർന്നിരുന്ന അർജുനോട് ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞൊരു കാര്യമുണ്ട് ദേവ. തിന്മയ്ക്കുമീതെ ധർമ്മം സ്ഥാപിക്കാൻ ചിലപ്പോൾ നമ്മൾ ആയുധം ഏന്തേണ്ടി വരുമെന്ന്. ധർമ്മസംരക്ഷണത്തിന് വേണ്ടിയുള്ള യുദ്ധത്തിൽ മറ്റ് നിവൃത്തിയില്ലാതെ വരുമ്പോ ആയുധമെടുക്കുന്നത് തെറ്റല്ലടാ. ശ്രീജിത്തിന്റെ വാക്കുകൾ ആ പാറക്കെട്ടുകളിൽ തട്ടി പ്രതിധ്വനിച്ചു. ദേവൻ ശ്വാസം അടക്കി പിടിച്ച് അവനെ തന്നെ നോക്കി നിന്നു.
ശ്രീജിത്ത് ഒരു ചുവട് മുന്നോട്ട് വെച്ച് ദേവന്റെ തോളിൽ പിടിച്ചു. നീ ഇട്ടിരിക്കുന്ന ഈ കാക്കിക്കുള്ളിലെ നിയമങ്ങൾ പണക്കാർക്കും അധികാരമുള്ളവർക്കും മുന്നിൽ തോറ്റിടത്താണ് എനിക്ക് തോക്കെടുക്കേണ്ടി വന്നത്. ഈ കാടിന്റെ മക്കളെ ജനിച്ച മണ്ണിൽ നിന്നും കുടിയിറക്കാൻ നോക്കുന്ന കഴുകന്മാർക്കെതിരെ പോരാടാൻ വേറൊരു വഴിയും എന്റെ മുന്നിൽ ഇല്ലായിരുന്നു ദേവ. അതിന് നീ എന്തിനാണ് ഈ തീവ്രവാദത്തിന്റെ വഴി തിരഞ്ഞെടുത്തത്? നിയമത്തിന് അതിൻ്റെതായ വഴികളില്ല ജിത്തെ. നീ തന്നെയല്ലേ പണ്ട് പറഞ്ഞിട്ടുള്ളത് സായുധ വിപ്ലവം ഒന്നിന്റെയും പരിഹാരമല്ലെന്ന്. കാലം ചിലപ്പോഴൊക്കെ നമ്മൾ മനസ്സിലാക്കിയതും പറഞ്ഞതുമെല്ലാം തെറ്റാണെന്ന് തെളിയിച്ചു കളയും ദേവ. നിസ്സഹായത നിറഞ്ഞൊരു നെടുവീർപ്പോടെ ശ്രീജിത്ത് മുന്നിലെ പാറയിലേക്കിരുന്നു. പണമുള്ളവന്റെ ഒപ്പം നിൽക്കുന്ന നിയമത്തിന് സാധാരണക്കാരന് നീതി നൽകാൻ കഴിയില്ല. ഈ ആദിവാസികളുടെ ക്ഷേമങ്ങൾക്കായി സർക്കാരിൽ നിന്നും വരുന്ന കോടിക്കണക്കിന് രൂപ പാതി വഴിയിൽ വെച്ച് അടിച്ചു മാറ്റുന്ന സദാനന്ദനെ പോലെയുള്ള രാഷ്ട്രീയക്കാരുടെ നെഞ്ചിലേക്ക് ചൂണ്ടാൻ നിന്റെ ഈ പോലീസിന്റെ തോക്കിന് ഇന്ന് വരെ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. കാരണം നിങ്ങളുടെ തോക്കുകളുടെ കാഞ്ചി വലിക്കാൻ ഉത്തരവിടുന്നത് ആ കള്ളന്മാരൊക്കെ തന്നെയാ. ശ്രീജിത്തിന്റെ വാക്കുകളിലെ മൂർച്ച ദേവനെ വല്ലാതെ പൊള്ളിച്ചു. തന്റെ മുന്നിൽ നിൽക്കുന്നത് പണ്ട് തന്നോടൊപ്പം ചിരിച്ചു കളിച്ചു നടന്ന ആ പഴയ ശ്രീജിത്തല്ലെന്നും വിപ്ലവത്തിന്റെ കഠിനമായ പാത അവനെ മാറ്റിക്കളഞ്ഞിരിക്കുന്നുവെന്നും ദേവൻ തിരിച്ചറിയുകയായിരുന്നു. ഈ കാടിനെ വിറ്റ് കാശാക്കാൻ നോക്കുന്നവരെ തടയാൻ നിയമത്തിന് കഴിഞ്ഞില്ലെങ്കിൽ ഞങ്ങളത് ചെയ്യും. അതിനാ ഞാൻ ഈ വഴി തിരഞ്ഞെടുത്തത്. നീ അതിനെ തീവ്രവാദം എന്ന് വിളിച്ചാലും എനിക്ക് കുഴപ്പമില്ല ദേവ. ഇത് ഈ കാടിന്റെ മക്കളുടെ ജീവിക്കാനുള്ള പോരാട്ടമാണ്. ശ്രീജിത്തിന്റെ വാക്കുകൾ അവസാനിച്ചപ്പോ കാടിന് വല്ലാത്തൊരു നിശബ്ദതയായിരുന്നു. സത്യം ആരുടെ ഭാഗത്താണെന്ന വലിയൊരു ധർമ്മസങ്കടത്തിൽ ശ്രീജിത്തിനെ നോക്കി ദേവൻ തറഞ്ഞു നിന്നുപോയി. അമ്പരപ്പോടെ നിൽക്കുന്ന ദേവനെ നോക്കിയ ശ്രീജിത്തിന്റെ ചുണ്ടിൽ ഒരു നേരിയ പുഞ്ചിരി വിരിഞ്ഞു. അവൻ എഴുന്നേറ്റ് വന്ന് ദേവന്റെ തോളിൽ തട്ടി. വാ, നമുക്ക് അങ്ങോട്ട് മാറിയെന്ന് സംസാരിക്കാം. തന്റെ മുന്നിൽ നിൽക്കുന്നത് വർഷങ്ങൾക്ക് മുൻപ് എങ്ങോട്ടോ അപ്രത്യക്ഷനായ തന്റെ പ്രിയ സുഹൃത്താണെന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ കഴിയാതെ യന്ത്രം കണക്കെ ദേവൻ ശ്രീജിത്തിനൊപ്പം നടന്നു. കുറച്ചപ്പുറത്തായ മരങ്ങൾക്കിടയിലുള്ള ഒരു വലിയ പാറക്കെട്ടിനടുത്തേക്കാണ് ശ്രീജിത്ത് അവനെ കൂട്ടിക്കൊണ്ടുപോയത്. അവർ ആ പാറയിലേക്ക് കയറിയിരുന്നു. അപ്പോഴും ചുറ്റും നടക്കുന്നുവെന്നും വിശ്വസിക്കുവാനാവാതെ അന്തിച്ചു നിൽക്കുകയായിരുന്നു ദേവൻ. ശ്രീജിത്തിന്റെ കൂട്ടാളികൾ അവരെ ശ്രദ്ധിക്കാതെ തങ്ങളുടെ ആയുധങ്ങൾ വൃത്തിയാക്കുന്നതിലും കാവൽ നിൽക്കുന്നതിലും മുഴുകിയിരിക്കുന്നത് ദേവൻ കണ്ടു. ഈ കാടിന്റെ മുക്കുമൂലയും അവർക്ക് പരിചിതമാണെന്ന് അവരുടെ ചലനങ്ങളിൽ നിന്നും വ്യക്തമായിരുന്നു. ദേവൻ ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. എന്നിട്ട് ശ്രീജിത്തിന്റെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു, എന്നാലും കൊറ്റങ്കാവിലെ ശ്രീകോവിലിൽ പൂജയും വഴിപാടുകളുമായി കഴിഞ്ഞിരുന്ന ആരെയും നോവിക്കാനറിയാത്ത സ്വാത്വികനായ കൊയ്യാരത്തുമനയിലെ നാരായണൻ നമ്പൂതിരിയുടെ മകന് ഇങ്ങനെയൊക്കെ മാറാൻ സാധിക്കുമോ ശ്രീജിത്തെ? എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ആ ചോദ്യം കേട്ടതും ശ്രീജിത്തിന്റെ മുഖത്തെ ഭാവം മാറി. അതുവരെ അവിടെ ഉണ്ടായിരുന്ന സൗമ്യത പെട്ടെന്ന് മാഞ്ഞുപോയി. മുഖത്തെ പേശികൾ വലിഞ്ഞു മുറുകി. അവിടെ വല്ലാത്തൊരു ദേഷ്യം ഉടലെടുക്കുന്നത് ദേവൻ കണ്ടു. ആ അപ്പനെ തന്നെ അല്ലടാ അവന്മാര് വെട്ടിക്കൊന്നു കളഞ്ഞത്. ശ്രീജിത്തിന്റെ സ്വരം പരുക്കനായി. പ്രതികാരദാഹം കൊണ്ട് മുറിയുന്ന ആ വാക്കുകൾ ദേവന്റെ ഹൃദയത്തെ പ്രകമ്പനം കൊള്ളിച്ചു. ആരാണ് നിന്റെ അച്ഛനെ കൊന്നത്? ആകാംക്ഷ കൊണ്ട് ദേവന്റെയും ശബ്ദം വിറച്ചിരുന്നു. പുച്ഛം നിറഞ്ഞൊരു ചിരി ശ്രീജിത്തിന്റെ ചുണ്ടുകളിലേക്ക് എത്തി. സദാനന്ദനും പിന്നെ ആ ശ്രീനിലയത്തിലെ രാജേന്ദ്രനും തന്നെ. താൻ സംശയിച്ചിരുന്ന ആളുകളുടെ പേരുകൾ തന്നെ അവന്റെ നാവിൽ നിന്നും കേട്ടപ്പോ ദേവൻ അറിയാതെ മന്ത്രിച്ചുപോയി. ഞാനത് ഊഹിച്ചിരുന്നു. ആരോടൊന്നില്ലാതെ ദേവനത് പറയുമ്പോ ശ്രീജിത്ത് അവനെ സൂക്ഷിച്ചു നോക്കി. എന്റെ കണ്ണുകൾ കൊണ്ട് ഞാൻ കണ്ടതാടാ അതെല്ലാം. ശ്രീജിത്ത് പല്ലെറുമി. എന്നിട്ട് നീ അതെന്തുകൊണ്ട് പോലീസിനെ അറിയിച്ച രജിത്തെ? ഞങ്ങളോടെങ്കിലും നിനക്കൊന്ന് പറയായിരുന്നില്ലേ? ശ്രീജിത്ത് വീണ്ടും പുച്ഛത്തോടൊന്ന് ചിരിച്ചു. നിനക്ക് ആ സദാനന്ദനെ പറ്റി ഒന്നും അറിഞ്ഞൂടാ ദേവാ. നീ ഉദ്ദേശിക്കുന്ന വെറും ഒരു പാർട്ടി സെക്രട്ടറി മാത്രമല്ല അയാൾ. എന്നിട്ട് ആ സദാനന്ദനെ ആണല്ലോ ഞങ്ങളിപ്പോ അകത്തിട്ട് പൂട്ടിയത്. ദേവന്റെ ശബ്ദത്തിലെ ആത്മവിശ്വാസം തിരിച്ചറിഞ്ഞതുപോലെ ശ്രീജിത്ത് ഉറക്കെ പൊട്ടിച്ചിരിച്ചു. കാക്കിക്കുള്ളിലിരിക്കുന്ന തന്റെ സുഹൃത്തിന്റെ നിഷ്കളങ്കതയോർത്ത് അവന് സഹതാപം തോന്നി. എന്ത് പൂട്ടിയെന്ന് ദേവാ, നീയൊക്കെ നോക്കി നിൽക്കുക തന്നെ അയാൾ പുഷ്പം പോലെ പുറത്തേക്കിറങ്ങും. അത് നിനക്ക് വഴിയെ മനസ്സിലാവും. എന്നിട്ടവൻ ഒരല്പം മുന്നോട്ടാഞ്ഞ് ശബ്ദം താഴ്ത്തി ഗൗരവത്തോടെ പറഞ്ഞു, അവരുടെ ലക്ഷ്യം എന്താണെന്ന് നിനക്കറിയാമോ? ആരകത്തെ കാവലിരിക്കുന്ന കോടികളുടെ വിലയുണ്ടെന്ന് കരുതുന്ന ആ മാണിക്യം തന്നെയാണ്. അത് കൈക്കലാക്കും വരെ അവന്മാർ അടങ്ങി നിൽക്കില്ല. ദേവൻ ശ്വാസം അടക്കി പിടിച്ച് കേട്ടിരുന്നു. നിനക്കറിയോടാ, എന്റെ അപ്പനെ അവർ ഇല്ലാതാക്കിയതും ആ ഒരൊറ്റ രത്നത്തിന് വേണ്ടിയാ. കാവിലെ രഹസ്യങ്ങൾ അറിയാവുന്ന അപ്പൻ ആ രത്നമെടുക്കാൻ കൂട്ടു നിൽക്കില്ല എന്ന് തീർത്തു പറഞ്ഞതായിരുന്നു കാരണം.
അപ്പൻ മരിച്ചാൽ പിന്നെ അവരെ ആ രക്തമെടുക്കാൻ സഹായിക്കാൻ എനിക്കേ കഴിയുമായിരുന്നുള്ളൂ. ഞാൻ അവിടെ നിന്നാൽ അവർ എന്റെ പുറകെ കൂടുമെന്നും എന്നെയും ഇല്ലാതാക്കുമെന്നും അറിയാവുന്നതുകൊണ്ട് മാത്രമാ പ്രതികാരത്തിന്റെ തീ ഉള്ളിലൊതുക്കി ഞാനന്ന് അവിടെയൊന്നും രക്ഷപ്പെട്ടത്. ശ്രീജിത്ത് പറഞ്ഞ ഓരോ വാക്കുകളും ദേവന്റെ തലച്ചോറിലേക്ക് തീക്കനൽ പോലെയാണ് വന്നു വീണത്. അത് മാത്രമല്ല ദേവ, നിന്റെ ഗൗരിയുടെ അച്ഛനും അമ്മയും ആത്മഹത്യ ചെയ്തതല്ല, ആ സദാനന്ദനും കൂട്ടരും അവരെ കൊന്നു കെട്ടിത്തൂക്കിയതാ. എന്ത്? ദേവൻ ആശ്ചര്യത്തോടെ പകച്ചുപോയ കണ്ണുകളോടെ ശ്രീജിത്തിനെ നോക്കി. അവന്റെ ശരീരത്തിലൂടെ ഒരു വിറയൽ കടന്നുപോയി. അതേടാ, അന്ന് രാത്രി ആ കൊലപാതകത്തെക്കുറിച്ച് അവർ സംസാരിക്കുന്നത് ഞാൻ നേരിട്ട് കേട്ടതാ. ഇത്രയും നാളും ഈ കൊടുങ്കാട്ടിനുള്ളിൽ ഒരു ഒളിവ് ജീവിതം നയിച്ചതും പറ്റിയ ഒരു അവസരത്തിന് വേണ്ടി തന്നെയാ. അവരോട് നേരിട്ട് നിന്ന് പോരാടാൻ ഈ നിയമങ്ങൾ വെച്ചുകൊണ്ട് നമുക്കാവില്ല ദേവ. എടാ, നമ്മുടെ വിശ്വൻ ഇപ്പോ വെറുമൊരു MLA അല്ല, അവൻ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയാ. വിശ്വൻ വിചാരിച്ചാൽ ഇപ്പോ ഈ കേരളത്തിൽ സാധിക്കാത്തതായി എന്താ ഉള്ളത്? ദേവൻ അവനെ തിരുത്താൻ ശ്രമിക്കുകയായിരുന്നു. ശ്രീജിത്ത് വീണ്ടും ഒരു നെടുവീർപ്പോടെ അവനെ നോക്കി. ഇതാ ഞാൻ പറയുന്നത്, നിനക്കൊന്നും അറിയില്ലെന്ന്. ദേവ, നമ്മുടെ ഇപ്പോഴത്തെ മന്ത്രിസഭയിൽ അഴിമതിക്ക് കൂട്ടു നിൽക്കുന്ന എത്ര മന്ത്രിമാരുണ്ടെന്ന് നിനക്കറിയോ? ഒരുപക്ഷെ ആത്മാർത്ഥതയുള്ളവരെക്കാൾ കൂടുതലുണ്ടാകും അവരുടെ എണ്ണം. അത്തരക്കാരെ ബ്ലാക്ക്മെയിൽ ചെയ്ത് ജാക്കിലാക്കാൻ ആ സദാനന്ദനും കൂട്ടർക്കും വളരെ എളുപ്പമാ. അയാളൊന്ന് അറിഞ്ഞു കളിച്ച അവന്മാരൊക്കെ അയാളുടെ ഒപ്പം നിൽക്കും. സ്വന്തം മന്ത്രിസഭ വീഴുമെന്ന് കണ്ട ചിലപ്പോ മുഖ്യം പോലും വിശ്വനെതിരെ തിരിയാൻ സാധ്യതയുണ്ട്. ദേവന്റെ മുഖത്തെ രക്തം വാർന്നു പോകുന്നത് ശ്രീജിത്ത് കണ്ടു. അതുകൊണ്ട് സദാനന്ദനെ ജയിലിലാക്കിയെന്നും കരുതി നീ ജയിച്ചു എന്ന് വിശ്വസിക്കരുത് ദേവ. ശ്രീജിത്ത് വീണ്ടും എഴുന്നേറ്റ് നിന്നു. അവന്റെ കണ്ണുകൾ ദൂരേക്ക് നീണ്ടു. കരുതിയിരിക്കുക, ഒരുപക്ഷെ ശരിക്കുള്ള കളികൾ അവർ തുടങ്ങിയിട്ടേ ഉണ്ടാവൂ. വരാനിരിക്കുന്ന വലിയൊരു കൊടുങ്കാറ്റിന്റെ സൂചന പോലെ കാടിന്റെ നിശബ്ദതയെ കീറി മുറിച്ചും കൊണ്ട് എവിടെയോ നിന്നും ഒരു മൂങ്ങ. ആര്യകത്തെ കാവിനെ ചുറ്റിപ്പറ്റി വലിയൊരു രക്തച്ചൊരിച്ചിലുള്ള കളമൊരുങ്ങുകയാണെന്ന് ദേവൻ ഭീതിയോടെ തിരിച്ചറിയുകയായിരുന്നു. ശ്രീജിത്ത് പറഞ്ഞ കാര്യങ്ങളുടെ ആഘാതത്തിൽ ആ പാറപ്പുറത്തിരുന്ന ചിന്തകളെ മുഴുകിയിരിക്കുകയായിരുന്ന ദേവൻ ശ്രീജിത്ത് തന്റെ അടുത്തേക്ക് വന്നത് ശ്രദ്ധിച്ചതേയില്ല. പെട്ടെന്നാണ് ദേവനെ ഞെട്ടിച്ചുകൊണ്ട് ശ്രീജിത്ത് തന്റെ അരയിൽ തിരികിയിരുന്ന ചെറിയൊരു കത്തിയെടുത്ത് ദേവന്റെ തുടയിലേക്ക് ആഴ്ത്തിയിറക്കിയത്. അപ്രതീക്ഷിതമായുണ്ടായ വേദനയിൽ പുളഞ്ഞുകൊണ്ട് ദേവൻ ആ മുറിവ് പൊത്തിപ്പിടിച്ചു. അവന്റെ കണ്ണുകളിൽ വേദനയേക്കാൾ ഉപരി വിശ്വസിക്കാൻ കഴിയാത്തൊരു അമ്പരപ്പും ആശയക്കുഴപ്പവും നിറഞ്ഞു നിന്നു. അവൻ ചോരയൊലിക്കുന്ന തുടയിലും പിന്നെ ശ്രീജിത്തിന്റെ മുഖത്തേക്കും മാറി മാറി നോക്കി. അവന്റെ ആ നോട്ടം കണ്ട് യാതൊരു ഭാവവ്യത്യാസവും ഇല്ലാതെ ശ്രീജിത്ത് പറഞ്ഞു, പേടിക്കണ്ടടാ, ചെറിയൊരു മുറിവാ. അതും പറഞ്ഞിട്ട് കത്തി പാന്റിൽ തുടച്ച് തിരികെ ഉറയിലേക്ക് വെച്ച ശേഷം ശ്രീജിത്ത് ദേവന്റെ ദേഹത്തു നിന്നും ഷർട്ട് ഊരിയെടുത്ത് അതിൽ നിന്നും ഒരു കഷ്ണം വലിച്ചു കീറി ആ മുറിവിൽ മുറുക്കി കെട്ടി. രക്തം വാർന്നു പോകുന്നത് അതോടെ നിന്നു. തിരികെ നാട്ടിലേക്ക് ചെല്ലുമ്പോ എന്റെ പേര് നീ പറയില്ല എന്ന് എനിക്കറിയാം. നിന്നെ തട്ടിക്കൊണ്ടുപോയവരിൽ നിന്നും സാഹസികമായി രക്ഷപ്പെട്ടു വന്നതാണെന്ന് പറഞ്ഞാൽ മതി. ഈ മുറിവ് അതിനുള്ളൊരു തെളിവ് മാത്രമല്ല, അവർക്കുള്ളൊരു താക്കീതും കൂടി ആയിരിക്കട്ടെ. ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഒരു ദിവസത്തിനുള്ളിൽ നടന്നില്ലെങ്കിൽ ആ സതീഷിനെ ഞങ്ങൾ തീർക്കുമെന്ന് വേണം നീ സർക്കാരിനോട് പറയാൻ. ശ്രീജിത്തിന്റെ സ്വരത്തിൽ വല്ലാത്തൊരു ഗൗരവമുണ്ടായിരുന്നു. അപ്പോ സതീഷ് സാർ? വേദന കടിച്ചമർത്തിക്കൊണ്ട് ദേവൻ ചോദിച്ചു. അയാൾ ഇവിടെ നിൽക്കട്ടെ, കാര്യങ്ങൾ നടക്കുന്നത് വരെ അയാൾ ഞങ്ങളുടെ അതിഥിയായിരിക്കും. നീ ചെല്ല്. ശ്രീജിത്ത് പറഞ്ഞത് കേട്ട് മുഖംമൂടി ധരിച്ച രണ്ടുപേർ തോക്കുകളുമായി ദേവന്റെ അടുത്തേക്ക് വന്നു. കാടിന്റെ അതിർത്തി വരെ ഇവർ വരും നിന്റെ കൂടെ, ശ്രീജിത്ത് പറഞ്ഞു. എടാ, സതീഷിനെ അന്വേഷിച്ച് പോലീസും പട്ടാളവും ഒക്കെ കാട്ടിലേക്ക് കയറാൻ സാധ്യതയുണ്ട്, നീ സൂക്ഷിക്കണം. ദേവന്റെ മുന്നറിയിപ്പ് കേട്ട് ശ്രീജിത്ത് പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു. എത്ര വലിയ പട്ടാളം വന്നാലും ഈ കൊടുങ്കാടിന്റെ ഉള്ളറകളിൽ നിന്നും ഞങ്ങളെ കണ്ടുപിടിക്കാൻ അവർക്ക് സാധിക്കില്ല ദേവ. നീ ചെന്ന് വിശ്വന് വേണ്ട സപ്പോർട്ട് കൊടുക്ക്. ഒന്നാമത് ഇപ്പോ ആ പെണ്ണിന്റെയും കൊച്ചിന്റെയും കാര്യം കാരണം വേണ്ട വിധത്തിൽ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ അവന് സാധിച്ചു എന്ന് വരില്ല. ഈ സമയത്ത് അവന് നിന്റെ സഹായം കൂടി വേണ്ടിവരും. വിശ്വന്റെ കാര്യമോർത്തപ്പോൾ ചിരി വന്നെങ്കിലും അതോടൊപ്പം അത്ഭുതം കൊണ്ട് ദേവന്റെ കണ്ണുകളും മിഴിഞ്ഞു. ഈ കാടിനുള്ളിൽ ഇരുന്നിട്ട് നീ ഇതൊക്കെ എങ്ങനെ അറിയുന്നടാ? നാട്ടിലിരിക്കുന്നതിനേക്കാൾ കൂടുതൽ വിവരങ്ങൾ ഇവിടെ ഇരുന്നാൽ അറിയാൻ സാധിക്കും. പിന്നെ ഒരു കാര്യം കൂടി, ഇത് കലിയുഗമാണ്. ധർമ്മം ജയിക്കണമെങ്കിൽ ചിലപ്പോഴൊക്കെ തിന്മയുടെ കൂടെ നിൽക്കേണ്ടി വരും. അത്രയും പറഞ്ഞിട്ട് ദേവന് മുഖം കൊടുക്കാതെ ശ്രീജിത്ത് അവരിൽ നിന്നും അകന്നു മാറി അകലേക്ക് നടന്നു. പോകാം. അവൻ ആ പറഞ്ഞതിന് പിന്നിലെ അർത്ഥം എന്തെന്ന് ചിന്തിച്ചു നിൽക്കുന്നതിനിടയിൽ പിന്നിൽ നിന്നിരുന്ന മുഖംമൂടിക്കാരിൽ ഒരാൾ ദേവന്റെ മുന്നിലേക്ക് കയറി കനത്ത ശബ്ദത്തിൽ പറഞ്ഞു. അയാളുടെ കയ്യിലെ തോക്ക് അപ്പോൾ ദേവന് നേരെ ചൂണ്ടിയിട്ടുണ്ടായിരുന്നു.
മറ്റൊന്നും പറയാനില്ലാതെ ദേവൻ പതിയെ തലകുലുക്കി. കാലിലെ മുറിവിന്റെ വേദന വകവെക്കാതെ അവൻ അവരോടൊപ്പം നടന്നു തുടങ്ങി. തിരികെ കാടിറങ്ങുമ്പോൾ ദേവന്റെ മനസ്സ് ഒരു വലിയ ചുഴിയിൽപ്പെട്ടതുപോലെ അസ്വസ്ഥമായിരുന്നു. തുടയിലെ മുറിവിനേക്കാൾ അവനെ നോവിച്ചത് ശ്രീജിത്ത് പറഞ്ഞ കാര്യങ്ങളായിരുന്നു. സദാനന്ദന്റെ യഥാർത്ഥ മുഖം, കാവിലെ മാണിക്യം, വിശ്വനെതിരെ ഉയരാൻ സാധ്യതയുള്ള വലിയൊരു രാഷ്ട്രീയ ഗൂഢാലോചന, പിന്നെ ഇതിലെല്ലാം ഉപരി ഗൗരിയുടെ മാതാപിതാക്കളുടെ കൊലപാതകം. എല്ലാം കൂടി അവന്റെ തലച്ചോറിനെ ചൂട് പിടിപ്പിച്ചു. ഇന്ന് ആ കാടിനുള്ളിൽ അരങ്ങേറിയത് വെറുമൊരു സാധാരണ തട്ടിക്കൊണ്ടുപോകലല്ലെന്നും വളരെ നാളുകളായി ആസൂത്രണം ചെയ്ത വലിയൊരു പ്രതികാരത്തിന്റെ തുടക്കമാണെന്നും അവന് വ്യക്തമായി. ഈ സത്യങ്ങളൊക്കെ വിശ്വനോട് എങ്ങനെ പറയും? സദാനന്ദനെതിരെ ഇനി എന്ത് നീക്കം നടത്തും? മരിച്ചിട്ടില്ലെങ്കിൽ അനന്തൻ ഇപ്പോഴും വെളിയിൽ വരാതെ നിൽക്കുന്നതിന് പിന്നിൽ ഇതൊക്കെ ആയിരിക്കുമോ കാരണം? ഉത്തരം കിട്ടാത്ത 100 കൂട്ടം ചോദ്യങ്ങളുമായി വരാനിരിക്കുന്ന വലിയൊരു കൊടുങ്കാറ്റിനെ എങ്ങനെ നേരിടുമെന്ന ചിന്തയിൽ ആ കൊടുങ്കാറ്റിന്റെ ഉള്ളിലൂടെ ദേവൻ മുൻപോട്ട് നടന്നു. തുടരും. അഭിപ്രായം പറയണേ. പ്രിയ പ്രണയിനി അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കഥയ്ക്ക് അഭിപ്രായങ്ങളും ലൈക്കുകളും ഹൈപ്പും ഒക്കെ നൽകുന്നതിനോടൊപ്പം തന്നെ കഥയുടെ ലിങ്ക് കഴിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുത്തേക്കണേ. താങ്ക്